അന്തരിച്ച പൊതുപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ഡിജോ കാപ്പന്റെ സംസ്കാരം നാളെ. പൌരന്റെ സുരക്ഷയ്ക്കും ക്ഷേമത്തിനും അവകാശങ്ങൾക്കുമായുള്ള ഡിജോ കാപ്പന്റെ ഇടപെടൽ ഏറെ ശ്രദ്ധേയമായിരുന്നു. സാമൂഹ്യ പ്രതിബദ്ധത ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന കേരളീയ പൊതുസമൂഹത്തിന്റെ ധീരമായ ശബ്ദമായിരുന്നു ഡിജോ കാപ്പൻ എന്ന പൊതുപ്രവർത്തകൻ. സാധാരണക്കാരന്റെ അവകാശങ്ങൾ ഹനിക്കപ്പെടുമ്പോഴും നിയമത്തിന്റെ നൂലാമാലകളിൽ നീതി വഴിമുട്ടുമ്പോഴും പതറാത്ത ശബ്ദമായി എന്നും മുൻനിരയിലുണ്ടായിരുന്നു ഡിജോ കാപ്പൻ. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നിയമവ്യവസ്ഥയെയും സാധാരണക്കാരന്റെ അവകാശങ്ങളെയും കുറിച്ച് കൃത്യമായ ധാരണ പൊതുസമൂഹത്തിന് നൽകാൻ ഡിജോ കാപ്പന്റെ ഇടപെടലുകൾ എക്കാലത്തും സഹായകരമായി. ഉപഭോക്തൃ അവകാശ സംരക്ഷണം, റോഡ് സുരക്ഷ, മാലിന്യപ്രശ്നം, വൈദ്യുതി നിരക്ക് വർധന, നിരത്തുകളിലെ പരസ്യ ബോർഡുകളും യോഗങ്ങളും, റെയിൽവേ നിരക്ക് വർധന, KSRTCയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തുടങ്ങി പല വിഷയങ്ങളിലും ഡിജോ കാപ്പൻ നടത്തിയ കോടതി ഇടപെടലുകൾ ജനങ്ങൾക്കനുകൂലമായ വിധിന്യായങ്ങൾക്ക് ഇടയാക്കി. മാധ്യമ ചർച്ചകളിലെ സജീവ സാന്നിധ്യം കൂടിയായിരുന്നു ഡിജോ കാപ്പൻ. ഒരു ചെറു പുഞ്ചിരി കൊണ്ടോ ഒരു വാക്കുകൊണ്ടോ അല്ലെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ചുകൊണ്ടോ തീരാമായിരുന്ന ഒരു വലിയ പ്രശ്നമാണ് ഇന്ന് അത് കത്തിക്കാളി കേരള രാഷ്ട്രീയത്തിൽ തന്നെ സജീവ ചർച്ചയായിരിക്കുന്നത്. പാല ഇടമറ്റം കാപ്പിൽ പരേതനായ KC ജോസഫിന്റെയും മേരി ജോസഫിന്റെയും മകനായ ഡിജോ കാപ്പൻ സ്കൂൾ പഠനകാലത്ത് കേരള സ്റ്റുഡൻസ് കോൺഗ്രസിലൂടെ രാഷ്ട്രീയത്തിലെത്തി. KM മാണിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന കാപ്പൻ ആദ്യം കേരള കോൺഗ്രസ് എമ്മിലും പിന്നീട് അഭിപ്രായ ഭിന്നതയെ തുടർന്ന് R ബാലകൃഷ്ണപിള്ളയുടെ കേരള കോൺഗ്രസിലുമെത്തി. ഉപഭോക്തൃ കർഷക അവകാശ സംരക്ഷണം ലക്ഷ്യമിട്ട് 1988 സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ സ്ഥാപിച്ച കാപ്പൻ ഗതാഗതം, വൈദ്യുതി മേഖലകളിലെ ഉപഭോക്തൃ ഫോറങ്ങളിലും സജീവമായിരുന്നു. കേരള സർവകലാശാല പ്ലാനിംഗ് വിഭാഗം മേധാവിയായ മിനി കാപ്പനാണ് ഭാര്യ. അശ്വിൻ D കാപ്പൻ, മരിയറ്റ കാപ്പൻ, എഡ്വിൻ D കാപ്പൻ എന്നിവർ മക്കൾ. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.